എന്താണ് ദൈവശാസ്ത്രം? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് എത്ര പേർക്ക് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? പ്രതികരിക്കാം, അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രതികരിക്കാം. എന്താണ് ശാസ്ത്രം? ശാസ്ത്രവും കലയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, അസ്ട്രോണമി ഒരു സയൻസ് ആണ്, അസ്ട്രോളജി ഒരു ആർട്ടാണ്. കലയും സയൻസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ശാസ്ത്രം? ആർക്കെങ്കിലും പ്രതികരിക്കാം. ആരും മിണ്ടുന്നില്ല. ഉറക്കം പറയണം, ഉറക്കം പറയണം. ദൈവത്തെ കുറിച്ച് പഠിക്കുന്ന. എന്റെ ചോദ്യം കൃത്യമാണ്. ദൈവം എന്നുള്ള ആസ്പെക്ട് മാറ്റി വെച്ച് ഞാൻ ചോദിച്ച ചോദ്യം എന്താണ് ശാസ്ത്രം? പ്രപഞ്ചത്തിലുള്ള വസ്തുതകളെ മനസ്സിലാക്കുന്നത്. കേൾക്കാൻ വയ്യോ? ഉറക്കെ പറഞ്ഞാട്ടെ. പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ച ദൈവം എന്നുള്ള ആസ്പെക്ട് മാറ്റി വെക്കോ? ഞാൻ ചോദിക്കുന്ന ചോദ്യം കൃത്യമാണ്. പ്രപഞ്ച സത്യങ്ങളെ തിരിച്ചറിയാനുള്ള അന്വേഷണം. പ്രപഞ്ച ശക്തികളെ തിരിച്ചറിയാനുള്ള അന്വേഷണത്തിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. പ്രപഞ്ച സത്യങ്ങളെ, ശക്തികളല്ല സത്യങ്ങളെ, പ്രപഞ്ച സത്യങ്ങളെ തിരിച്ചറിയാൻ അന്വേഷണത്തിന്റെ ശാസ്ത്രം എന്ന് പറയാൻ പറ്റുമോ? എല്ലാത്തിന്റെയും പിന്നിലുള്ള രഹസ്യം. ഇതിനാണോ ശാസ്ത്രം എന്ന് പറയുന്നത്? ആരാണത്? ജിജി ബിനു. ഓക്കെ, പറഞ്ഞാട്ടെ. Science are facts which can be proved. അതാണ് പറഞ്ഞത്. ഓക്കെ, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുതയെയും, ഫാക്ട്സിനും, അദ്ദേഹം മാഡം പറഞ്ഞ ഇത്തിരി തെറ്റിപ്പോയി, ഏതൊരു വസ്തുതയെയും വിശകലനാത്മകമായി പഠിച്ച്, ക്രിയാത്മകമായി പഠിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ആ ഒരു തലത്തിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. വസ്തുനിഷ്ഠമായി പഠിക്കുക, വസ്തുനിഷ്ഠമായി വസ്തുതകളെ ഒബ്ജക്റ്റീവ് സ്റ്റഡി എന്ന് പറയും. അല്ലെങ്കിൽ അതിനെ ഒരു എംപിരിക്കൽ എന്നോ ഒബ്ജക്റ്റീവ് എന്നോ, ലളിതമായി പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് സ്റ്റഡി അഥവാ വസ്തുനിഷ്ഠമായ പഠനം. ഏതൊരു കാര്യത്തെയും വസ്തുനിഷ്ഠമായി കാര്യകാരണ സഹിതം വിശകലനാത്മകമായി പഠിക്കുന്ന ആ പഠനത്തിനാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. പക്ഷേ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ശാസ്ത്രം എപ്പോഴും ഭൗതികതയുമായി ചേർന്ന് നിൽക്കുന്നു. അതായത് ഒരു തരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമായ വസ്തുക്കളെയും വസ്തുതകളെയും മാത്രമേ നമ്മൾക്ക് ശാസ്ത്രീയം മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. അഥവാ ശാസ്ത്രത്തിന്റെ പരിധിയിൽ ഉൾക്കൊള്ളുന്ന സാധനങ്ങൾ ഭൗതികമാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഗോചരമായ വസ്തുതകൾ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതകൾ. അത്തരത്തിൽ പറഞ്ഞാൽ എല്ലാ ശാസ്ത്രവും അതൊരു വസ്തുനിഷ്ഠമായ പഠനമാണ്. ഫിസിക്സ് അത് പ്രപഞ്ചത്തെക്കുറിച്ച്, പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച്, ഇവിടുത്തെ ഗുരുത്വാകർഷണത്തെക്കുറിച്ച്, ഇവിടുത്തെ ശക്തികളെ കുറിച്ച് എന്താണ് അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആ ഭാഗം നമ്മൾ വസ്തുനിഷ്ഠമായി പഠിപ്പിക്കുന്നു. കെമിസ്ട്രി വസ്തുക്കളെ പഠിക്കുന്നു. ബയോളജി ജീവനെ കുറിച്ച് അത്തരം കാര്യങ്ങൾ പഠിക്കുന്നു. ഇതുപോലെ ഒത്തിരി ശാസ്ത്രമുണ്ട്. മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ അതുപോലുള്ള ഒത്തിരി ശാസ്ത്രങ്ങൾ. ഇങ്ങനെയുള്ള ശാസ്ത്രീയ വസ്തുതയുമായി ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതൊരു ശാസ്ത്ര രീതിയാണ്, ശാസ്ത്രീയമാണ്. അപ്പൊ ഇവിടെ പ്രശ്നം ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ അപ്പൊ എന്താണ്? അതുപോലെ ദൈവത്തെക്കുറിച്ചുള്ളൊരു പഠനമാണ്. എന്റെ ചോദ്യം, ദൈവത്തെക്കുറിച്ചുള്ള പഠനത്തെ ദൈവശാസ്ത്രം എന്ന് വിളിക്കാൻ പറ്റുമോ?
നിങ്ങൾ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്താലും കുഴപ്പമില്ല, ബഹളം ഉണ്ടാക്കാതിരുന്നാൽ മതി. ദൈവത്തെക്കുറിച്ചുള്ള പഠനത്തെ ദൈവശാസ്ത്രം എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും. എന്തുകൊണ്ട്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ദൈവത്തെ സെൻസ് ചെയ്യാൻ പറ്റുമല്ലോ. സെൻസ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഫീൽ ചെയ്യുന്നല്ലോ. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരാളിനെ കുറിച്ച് കേൾക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ ഇപ്പൊ എന്റെ പുറകെ ഓക്കെ, ഞാൻ രാവിലെ ഒരു വീട്ടിൽ പോയപ്പോ എനിക്ക് അവിടുത്തെ സഹോദരി ഒരു ഗ്ലാസ് ചായ കൊണ്ടു തന്നു. മേശപ്പുറത്ത് കൊണ്ട് വെച്ചപ്പോ എന്റെ മൂക്കിലോട്ട് അതിന്റെ മണം അടിച്ചു കയറിയപ്പോ എന്നോട് മൂക്ക് പറഞ്ഞു അത് ഒന്നാന്തരം കണ്ണൻദേവൻ ചായയാണെന്ന്. പക്ഷെ വായിൽ കൊണ്ടുവച്ചപ്പോ കാശിന് കൊള്ളത്തില്ലെന്ന് മനസ്സിലായി. രണ്ടിന്ദ്രിയങ്ങൾ കൊണ്ട് ഞാൻ ആ കാര്യത്തെ ചെയ്തു. അങ്ങനെ ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും? അങ്ങനെ കാണുന്നത് ദൈവമാണോ? കാണാൻ പറ്റില്ല, ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. ശാസ്ത്രീയമായ വസ്തുതകൾ നമ്മൾ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കുന്നതാണ്. പരീക്ഷണങ്ങളിലൂടെ ലബോറട്ടറിയിലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഡു യു തിങ്ക് ദാറ്റ് ഗാഡ് ഈസ് എ മാറ്റർ ദാറ്റ് ക്യാൻ ബി എക്സ്പെരിമെന്റഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ഇൻ എ ലബോറട്ടറി ആൻഡ് പ്രൂഫ്? ദൈവത്തെ ഒരു വസ്തു എന്നതുപോലെ ഒരു ലബോറട്ടറിയിൽ ഒരു ടെസ്റ്റ് ട്യൂബിലിട്ട് നമുക്ക് സൾഫ്യൂരിക് ആസിഡോ ഏതെങ്കിലും ആസിഡോ ഒക്കെ ഒഴിച്ച് ഒരു കെമിസ്ട്രി ലാബിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു മാറ്റർ ആണോ ദൈവം? ദൈവം ഒരു മാറ്റർ അല്ലാത്തിടത്തോളം കാലം ദൈവത്തെ ശാസ്ത്രീയമാക്കാൻ പറ്റില്ല. ശാസ്ത്രീയമായി പഠിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വസ്തുതകളാണ്, വസ്തുക്കളാണ്, ഫാക്ട്സ് ആണ്. അത് ടാഞ്ചിബിൾ ആയിരിക്കണം, തൊടാൻ കഴിയുന്നതായിരിക്കണം, കാണാൻ കഴിയുന്നതായിരിക്കണം, രുചിക്കാൻ കഴിയുന്നതായിരിക്കണം, മണക്കാൻ കഴിയുന്ന എന്തെങ്കിലും വസ്തുക്കളെ മാത്രമേ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ദൈവം ഒരു വസ്തു അല്ല. അപ്പൊ ദൈവത്തെ ദൈവശാസ്ത്രം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ദൈവത്തെ കുറിച്ചുള്ള ഒരു പഠനം. അതിനെ ഇന്നത്തെ ലോകത്തിൽ ശാസ്ത്രം എന്ന് വിളിക്കുന്നു. അപ്പൊ അതിനെ ദൈവത്തെ കുറിച്ചുള്ള ഒരു പഠനം എന്ന നിലയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവശാസ്ത്രജ്ഞന്മാർ പലരും ഇത് ദൈവശാസ്ത്രം ആണെന്ന് പറയുന്നവരുണ്ട്. ഉദാഹരണം ജെ ബെയ്ലി എന്ന് പറഞ്ഞ ഒരാൾ, അതുപോലെ അലൻ റിച്ചാർഡ്സൺ, ഇവരൊക്കെ പറയുന്നത് മറ്റേത് ശാസ്ത്ര വിഭാഗം തട്ടിച്ചു നോക്കാവുന്നതും താരതമ്യപ്പെടുത്താവുന്നതുമായ ഒരു പ്രത്യേക ശാസ്ത്ര വിഷയമാണ് ദൈവത്തെ കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ദൈവം. കാൾബാത്ത് എന്ന് പറഞ്ഞ തിയോളജിയൻ ദൈവശാസ്ത്രത്തെ ഒരു ശാസ്ത്രം എന്ന് വിളിക്കുന്നു. ഐ എം എ ബാത്തിയൻ. ഞാൻ കാൾബാത്തിന്റെ തിയോളജി ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം അയാൾ പട്ടത്ത് സഭയിൽ നിന്ന് റിഫോംഡ് ചർച്ചിൽ തന്നെ നിൽക്കുമ്പോൾ അയാൾക്ക് ലഭിച്ച വെളിപ്പാടിൽ അയാൾ വിശ്വാസ സ്നാനം ശരി എന്ന് സമർത്ഥിച്ച ഒരു എഴുത്തുകാരനാണ്. അപ്പോ അയാളെ പൊതുവെ, അത് മാത്രമല്ല ബൈബിൾ കണ്ടെയ്ൻസ് ദ വേർഡ് ഓഫ് ഗോഡ്, അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു തിയോളജിയനാണ് ആര്? കാൾബാത്ത് എന്ന് പറയുന്ന ജർമ്മൻകാരനാണ്. എൻ്റെ ഒരു സ്റ്റുഡന്റ് ഇപ്പോൾ കാൾബാത്ത് പഠിച്ച ഡോക്ടർ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് മറ്റ് ശാസ്ത്രങ്ങളെ പോലെ അറിവിന്റെ ഒരു നിശ്ചിത വസ്തുവിൽ കേന്ദ്രീകൃതമായ മനുഷ്യ പ്രയത്നമാണ്. നമ്മളൊക്കെ സത്യത്തിൽ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ നടത്തുന്ന മനുഷ്യരാണ്. ആ മനുഷ്യൻ ഒരു വസ്തുവിൽ കേന്ദ്രീകരിച്ച് പഠനം നടത്തുന്നത് പോലെ ദൈവമെന്ന സത്വയെ അല്ലെ സ്വത്തയെ അല്ലെ സത്വത്തെ നമ്മൾ ശാസ്ത്രീയമായി പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ്. ദൈവശാസ്ത്രീയ പഠനത്തിന് ചില ഘടകങ്ങളുണ്ട്. അത് നമുക്ക് ശാസ്ത്രീയമായ ഒരറിവ് നൽകുന്നു. അപ്പൊ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്ന ആ പഠനം ശാസ്ത്രീയമായ ഒരു അറിവ് ദൈവത്തെക്കുറിച്ച് നമുക്ക് നൽകുന്നു. ആ പഠനത്തിനൊരു നിശ്ചിത ലക്ഷ്യമുണ്ട്. ഫോർ എ തിയോളജിക്കൽ സ്റ്റഡീസ്, when we try to study God, it has a clear cut focus. അതിനൊരു നിശ്ചിത ലക്ഷ്യമുണ്ട്. അത് ഒരു വിഷയത്തെ അന്വേഷിക്കുക, ആ വിഷയത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ പരിശോധിക്കുക, അത്തരത്തിലുള്ള ചിട്ടയായ രീതി, മറ്റ് പല വിഷയങ്ങളും കൂടെ ചേർത്ത് പഠിക്കുക, ചരിത്രപരമായ വസ്തുതകൾ,
ഫിലോസഫിക്കൽ ടൂൾസ്, തത്വചിന്താപരമായ വഴികളൊക്കെ ഉപയോഗിച്ച് മറ്റ് ശാസ്ത്രീയ ശാഖകളെ ഇതിനോട് കോർത്തിണക്കി ഈ ദൈവത്തെക്കുറിച്ച് ഒരു നിർവചനമുണ്ടാക്കാൻ യുക്തിബോധം കൊണ്ട്, അതിന് ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു റാഷണൽ സ്റ്റഡി, ഒരു യുക്തിബോധം കൊണ്ട് നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു. അതൊരു ഫിലോസഫിക്കൽ ടൂളാണ്. അതുപോലെ തന്നെ മറ്റ് ശാസ്ത്ര രീതികൾ, സൈക്കോളജി കൊണ്ട്, സോഷ്യോളജി കൊണ്ട്, ആന്ത്രോപോളജി കൊണ്ട്, വരവംശാസ്ത്രം അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം, അത്തരത്തിലുള്ള ചില ശാസ്ത്രീയ വസ്തുതകൾ ഉപയോഗിച്ച്, ശാസ്ത്രീയ വീക്ഷണങ്ങൾ ഉപയോഗിച്ച്, അങ്ങനെ വ്യത്യസ്തമായ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പഠന രീതിക്കാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. വ്യത്യസ്തങ്ങളായ ശാസ്ത്രീയ ടൂൾസ്, വ്യത്യസ്തങ്ങളായ ശാസ്ത്രീയ ഉപകരണങ്ങൾ, വഴികൾ, അതിൻ്റെ തത്വങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ പഠിക്കുവാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ പഠനമാണ്. എന്നും കൂടെ പറഞ്ഞാൽ, ഇതിനെ ലളിതമായി പറഞ്ഞാൽ, അത് ഇംഗ്ലീഷുകാരുടെ ഭാഷ പറഞ്ഞാൽ തിയോളജൈസിങ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അങ്ങനെ സത്യത്തിൽ തിയോളജി ദൈവം ഉണ്ടാക്കിയതല്ല, പിന്നെ ആരുണ്ടാക്കിയതാണ്? പ്രതികരിക്കാം. മനുഷ്യനുണ്ടാക്കിയതാണ്. മനുഷ്യൻ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കിയ അവന്റെ ഇടപെടൽ കൊണ്ട്, അവന്റെ പെരുമാറ്റം കൊണ്ട്, അവന്റെ ദൈവത്തോടുള്ള സഹവർത്തിത്വം കൊണ്ട്, ഇത്തിരി ലളിതമായി പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, അവന്റെ അനുഭവത്തിലൂടെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിയ വസ്തുതകളെല്ലാം കൂടെ കോർത്തിണക്കി ഉണ്ടാക്കിയ ഒരു വസ്തുതയാണ്, ഒരു സംഹിതയാണ് ദൈവശാസ്ത്രം. ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ അതിന് ചില വിഭാഗങ്ങളായിട്ട് നമ്മൾ തിരിക്കാം. ഇത് സത്യത്തിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. ഇസ്രായേൽ മക്കളോട് പുറപ്പാട് പുസ്തകത്തിന്റെ 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന, പറയാത്ത തമിഴ്നാട്ടിനെന്താ, സൗഖ്യമാക്കുന്ന യഹോവ റാഫ. എല്ലാരും പറഞ്ഞാട്ടെ. ഒരു ബലവും ആരോഗ്യമൊന്നുമില്ല, രാവിലെ ഒന്നും കഴിയില്ല, വൈകിട്ടൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. യഹോവ റാഫ, സൗഖ്യമില്ല, അല്ലെങ്കിൽ സൗഖ്യം പ്രാപിച്ച അനുഭവമില്ല എന്ന് പറയുമ്പോ സത്യത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ ഒരു ഫെയ്ത്ത് കൺവിക്ഷൻ ആയിരുന്നു അത്. എന്ന് പറഞ്ഞാൽ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരും അളവിൽ ദൈവത്തോട് അപരാധം ചെയ്തപ്പോഴും മത്സരിച്ചപ്പോഴും ഒക്കെ ദൈവം അവരെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ കൂട്ടത്തിൽ ആരും രോഗം വന്ന് എന്ത് ചെയ്തില്ല, മരിച്ചില്ല. രോഗം വന്ന് മരിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പൊ ഇസ്രായേൽ മക്കളുടെ അനുഭവമായിരുന്നു എന്ത്? ദൈവം സൗഖ്യമാക്കുന്നത്. എന്നെ പോലെ ഒരു പാസ്റ്റർ ഇന്ന് ഒരാൾ രോഗിയായി കിടന്നാൽ, ഇന്ന് ഞാൻ രാവിലെ ഒരു മീറ്റിങ്ങിന് പോകേണ്ടി വന്നു. അത് കോളേജിൽ പോയി 2 അവർ ക്ലാസ് എടുത്തിട്ട്, പിന്നെ വൈകിട്ട് വീണ്ടും കോളേജിൽ വന്ന് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ ശുശ്രൂഷിച്ചപ്പോ പ്രാർത്ഥിക്കാൻ ആളുകൾ വന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചിലപ്പോഴൊക്കെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയും, നിങ്ങളൊന്ന് പോയി സ്കാൻ ചെയ്യണേ. വർഗീസ് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. ഓക്കെ, ഞാൻ ഒന്ന് പോയി സ്കാൻ ചെയ്യണേ. സ്കാനിങ് റിപ്പോർട്ട് കൂടെ ഒന്ന് ഒരു ഡോക്ടറെ കാണിക്കണേ. എന്തിനാ അവർ എൻ്റെ അടുക്ക വന്നത്? പ്രാർത്ഥിക്കാൻ. ഇന്നത്തെ ഉപദേശമാരൊക്കെ പ്രാർത്ഥിക്കാൻ വന്നാൽ അവർ പ്രാർത്ഥിച്ചിട്ട് ആശുപത്രി പോകാൻ പറയും, അല്ലെ പ്രാർത്ഥിച്ച് ആശുപത്രി വിടും.
എന്താ കാരണം? ഇന്ന് ദൈവത്തോട് കൂടെ നടക്കുന്ന എന്ന് പറയുന്ന പലർക്കും ദൈവം രോഗസൗഖ്യം തരുന്നവൻ എന്നുള്ള അനുഭവമില്ല. ഇവിടെയാണ് തിയോളജൈസിങ്ങിന്റെ പ്രസക്തി. ദൈവത്തോട് കൂടെ നടക്കുന്നവൻ ദൈവത്തെ അനുഭവിച്ചറിയണം. അങ്ങനെ അനുഭവിച്ചറിയുന്ന അറിവുകളിൽ നിന്നാണ് അവൻ നിഗമനങ്ങളിൽ എത്തുന്നത്. ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ അല്ല. ദൈവശാസ്ത്രത്തിന്റെ വസ്തുതകൾ വിശകലനം ചെയ്യുമ്പോൾ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ബേസിക്കലി ഹ്യൂമൻ എക്സ്പീരിയൻസ് വിത്ത് ഗോഡ് ആണ്. ഹ്യൂമൻ എക്സ്പീരിയൻസ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടെ ജീവിക്കുന്ന നമ്മുടെ അനുഭവം. അപ്പോ ചിലർക്ക് യേശു രോഗസൗഖ്യം തരുന്നവനാണ്, ചിലർക്ക് ഭൂതശാന്തി തരുന്നവനാണ്. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള വിവിധ വശങ്ങൾ, രോഗശാന്തി തരുന്നവൻ, ഭൂതശാന്തി തരുന്നവൻ, ആരോഗ്യം തരുന്നവൻ, സമ്പത്ത് തരുന്നവൻ, ഇതൊക്കെ ദൈവത്തോട് കൂടെ ജീവിച്ച ഓരോ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ എത്തിപ്പെടുന്ന കൺക്ലൂഷൻസ് ആണ്, എത്തിപ്പെടുന്ന നിഗമനങ്ങളാണ്. ദൈവശാസ്ത്രത്തെ വിവിധ ഭാഗങ്ങളായി തിരിക്കാം. ബൈബിൾ ദൈവശാസ്ത്രം, ഇതിനെ എക്സിജറ്റിക്കൽ ദൈവശാസ്ത്രം എന്നറിയപ്പെടും. പ്രധാനമായും ബൈബിൾ ഭാഷാ പഠനം, ബൈബിളും പുരാവസ്തുക്കളും ചേർത്ത് വെച്ച് പഠിക്കുക, ബൈബിൾ വ്യാഖ്യാനം, ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു ശാസ്ത്ര പഠനമാണ് ബൈബിൾ ശാസ്ത്ര പഠനം. എന്താണ്? ബൈബിൾ ശാസ്ത്രം. ഉറക്കെ പറ. 2, ചരിത്രപരമായ ദൈവശാസ്ത്രം. അതായത് അപ്പോസ്തലിക കാലം മുതൽ ഇന്ന് വരെ ഉപദേശപരമായ വികാസത്തെ കുറിച്ച് വിലയിരുത്തൽ, വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലുകൾ, വിശ്വാസത്തിന്റെ തുടക്കവും വളർച്ചയും ആഴവും അത് വിശകലനം ചെയ്ത് ക്രിസ്തീയ ദൗത്യത്തിന്റെ ചരിത്രപരവും അവിശ്വാസ പ്രമാണങ്ങളുടെ ചരിത്രവും എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കുന്ന ഹിസ്റ്റോറിക്കൽ തിയോളജി. എന്താണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സഭയുടെ ചരിത്രത്തിൽ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച്, കലാകാലങ്ങളിൽ ദൈവം ഇടപെട്ട വസ്തുതകളെ കുറിച്ച് ചർച്ചിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തുന്ന നിഗമനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന ഒരു ദൈവശാസ്ത്ര ശാഖയാണ് ചരിത്രപരമായ ദൈവശാസ്ത്രം അഥവാ ഹിസ്റ്റോറിക്കൽ തിയോളജി. മൂന്നാമത്താണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ തുടങ്ങുന്നത് വ്യവസ്ഥാപിത ദൈവശാസ്ത്രം, സിസ്റ്റമാറ്റിക് തിയോളജി. എന്താണ് സിസ്റ്റമാറ്റിക് തിയോളജി എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സിദ്ധാന്തങ്ങളുടെ ഒരു രീതി ശാസ്ത്രമുണ്ട്. അതിനെ മറ്റൊരു തരത്തിൽ ഡോഗ്മാറ്റിക് ദൈവശാസ്ത്രം എന്ന് പറയും. ഡോഗ്മ എന്താണ് അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കുന്നത്, എന്താണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്, നമ്മുടെ വിശ്വാസ ജീവിത അനുഭവത്തിൽ നമ്മൾ വേദപുസ്തകമായി മനസ്സിലെ അറിവുകൾ, അതിനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ക്രമീകൃത ഓർഡർ ചെയ്ത് പഠിക്കുന്ന അതിനെ വിളിക്കുന്ന പേരാണ് വ്യവസ്ഥാപിത ദൈവശാസ്ത്രം അഥവാ സിസ്റ്റമാറ്റിക് തിയോളജി. എല്ലാവരും പറഞ്ഞാട്ടെ. വ്യവസ്ഥാപിതമായ അല്ലെ വ്യവസ്ഥാപിത ദൈവശാസ്ത്രം. ഓക്കെ, ഇതിനകത്ത് പ്രധാനമായും നമ്മൾ അതാണ് പഠിക്കും. 11 വിഭാഗങ്ങളുണ്ട്. 11 വിഭാഗങ്ങളുണ്ട്. ഈ 11 വിഭാഗങ്ങളെ ഒന്നാമത്തത് ബൈബിളോളജി എന്ന് പറയും. എന്താ പറയും? നമുക്ക് ബൈബിളോളജി എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ദൈവവചനത്തെ കുറിച്ചുള്ള പഠനം. എന്താണ്
ദൈവവചനത്തെ കുറിച്ചുള്ള പഠനം. ദൈവം അവിടുത്തെ രക്ഷയെ ചരിത്രത്തിലൂടെ വെളിപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രത്യേക വെളിപ്പാടിന്റെ ഒരു ഉപാധിയായി ചരിത്രത്തെ മനസ്സിലാക്കാമെങ്കിലും രക്ഷയുടെ ചരിത്രം എന്നറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്ര സങ്കല്പം, ദൈവത്തിന്റെ വെളിപ്പാടിന്റെ പ്രാഥമിക രീതി ദൈവവചനമാണ്. ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവം സംസാരിക്കുന്നു. അത് ബൈബിളിൽ ഒരു സാധാരണ പരാമർശമാണ്. അതിലൂടെ ദൈവത്തിന്റെ ജനത്തിന് അരുളപ്പാട് നൽകുന്നു, ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ ദൈവശബ്ദം, ദൈവവചനം, അതിനെക്കുറിച്ചുള്ളൊരു പഠനം. ദൈവം മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി വന്നു എന്നും ദൈവവും മനുഷ്യനുമായി സംഭാഷണം നടത്തിയെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുത്തുകാരും പ്രവാചകന്മാരും ശിഷ്യന്മാരും ശാസ്ത്രജ്ഞന്മാരും അത് സംരക്ഷിക്കുകയും ചെയ്തു. അതിനാൽ ഈ വെളിപ്പാടുകളുടെ എഴുതപ്പെട്ട രേഖയാണ് ബൈബിൾ. അങ്ങനെ ഇത്തരത്തിലുള്ള ഈ പഠനം, വേദപുസ്തകത്തെ കുറിച്ചുള്ള പഠനം 40-ലധികം പേര് 1400 വർഷം കൊണ്ട് അറേബ്യൻ മരുഭൂമിയിൽ എഴുതി തുടങ്ങി. പത്മോസ് ദ്വീപിൽ യോഹന്നാനാൽ അവസാനിപ്പിക്കപ്പെട്ട ഒരു ഗ്രഹത്തായ 66 പുസ്തകങ്ങളുടെ ഗ്രന്ഥം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദൈവവചനം. അപ്പൊ ഇതാണ് ഈ സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ആദ്യത്തെ ഭാഗം. വ്യവസ്ഥാപിത ദൈവശാസ്ത്രത്തിന്റെ ഒന്നാം ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ബിബ്ലിയോളജി. ദൈവവചനത്തെ കുറിച്ചുള്ള പഠനം, ബിബ്ലോളജി. ബൈബിളോളജി എന്നോ ബിബ്ലോളജി എന്നോ നിങ്ങൾ എന്നാ വേണമെങ്കിലും വിളിക്കും. എന്ന് പറയുമ്പോ ദൈവം മനുഷ്യരോട് സംസാരിച്ചു. ആ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ഈ വചനത്തിലുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തെ മാറ്റി നിർത്തി എന്തില്ല? ഒരു ദൈവശാസ്ത്ര പഠനം ഇല്ല. അതുകൊണ്ട് തന്നെ ദൈവിക വെളിപ്പാടിന്റെ കേന്ദ്ര ഉറവിടം ബൈബിളാണ്. ബൈബിൾ ദൈവനിശ്വാസ്യമായ വചനമാണ്. അതാണ് തിമോഥെയോസ് ലേഖനം എല്ലാ തിരുവെഴുത്തും 3:16. ദൈവശാസ്ത്രമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിച്ചും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിനും ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. പത്രോസ് ലേഖനത്തിൽ പറയുന്നു, സംസാരിച്ചത് അത്രേ. ഈ ദൈവവചനത്തിനകത്തും ഒരു പ്രോഗ്രസീവ് തിയോളജി ഉണ്ട്. എന്ന് പറഞ്ഞാൽ വളരുന്ന ഒരു ദൈവശാസ്ത്രമുണ്ട്, പുരോഗമനപരമായ ഒരു വെളിപ്പാടുണ്ട്. എന്ന് പറയുമ്പോ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും ഇത്തിരി കൂടെ അഡ്വാൻസ്ഡ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേക്കും യാഗബലി ബർമാദികൾ തീർത്തും നിർത്തി ദൈവത്തിനായി ക്രിസ്തുവിനെ കുറിച്ചൊരു വെളിപ്പാട്. ഇങ്ങനെ വെളിപ്പാടിന്റെ ഒരു ഹയർ ലെവലിലേക്ക് വേദപുസ്തകം ആദിയോടന്തം പഠിക്കുന്ന ഒരാളിനും കാണാൻ കഴിയുന്ന ഒരു തലമുണ്ട്. ഒരു പുരോഗമനാത്മകമായ ദൈവശാസ്ത്രം നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദൈവം പണ്ട് ഭാഗമായും പറഞ്ഞാട്ടെ വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരുടെ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മുടെ അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിന് അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്നെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നതിനുമാകൊണ്ട്
പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയനന്തരം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും ദൈവദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമത്തിന് തക്കവണ്ണം ശ്രേഷ്ഠമായ നാമത്തിന് അവരെക്കാൾ ശ്രേഷ്ഠനായി വിശിഷ്ടമായ നാമത്തിന് തക്കവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു എന്ന് പറയുമ്പോ ഇവിടെ പറയുന്നത് ഭാഗമായും വിവിധമായും പാർട്ട് ബൈ പാർട്ടായിട്ടാണ് വെളിപ്പാടിന്റെ ലെവൽ പഴയ നിയമങ്ങളിലൊക്കെ കാണുന്നത്. എന്നാൽ പുതിയ നിയമത്ത് വരുമ്പോൾ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ ഈ ദൈവവചനം പുരോഗനാത്മകമാണ്. ബൈബിൾ ദൈവനിശ്വാസ്യമാണ്. വേദപുസ്തക വാക്യങ്ങൾ നാം വായിച്ചല്ലോ. എല്ലാ തിരുവഴുത്തും ദൈവശാസ്യമെന്ന്. ദൈവവചനത്തിന്റെ രചനയുടെ ഉത്ഭവവും ദൈവിക ഉത്ഭവത്തെയും ദൈവിക ഹിതത്തെയും ഊന്നിപ്പറയാനാണ് ദൈവശ്വാസീയം എന്ന വാക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നത്. ദൈവശ്വാസീയം എന്ന് പറഞ്ഞാൽ തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവമെന്നാണ്. ന്യൂമ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് എന്നാണ്. വായു എന്നും അർത്ഥം പറയും. ഉദാഹരണം പറഞ്ഞാൽ യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു നിക്കോദെമോസിനോട് സംസാരിക്കാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു, പറയൂ. വീശുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു അല്ലെ ഊതുന്നു. അത് എവിടുന്ന് വരുന്നോ എന്നോ എവിടെയൊക്കെ പോകുന്നു എന്നും ആരും അറിയുന്നില്ല. അവിടെ കാറ്റ് തന്നെ ന്യൂമ എന്നാണ് ഉപയോഗിക്കുന്നത്. ന്യൂമ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ്, ആത്മാവെന്ന അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ യോഹന്നാൻ 3-ൽ കാറ്റ് എന്നുള്ളിടത്ത് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന എന്താണ്? ന്യൂമ. ന്യൂമ എന്നാണ് അതിന് കാറ്റെന്ന് അർത്ഥം പറയാം. അപ്പൊ അങ്ങനെ ആണെങ്കിൽ തിയോസ് എന്ന് പറഞ്ഞാൽ ഗോഡ് എന്നാണ്. ന്യൂമ എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റെന്നാണ്. അപ്പൊ ദൈവത്തിന്റെ കാറ്റ്, ദൈവത്തിന്റെ മൂക്കിലെയോ വായു, ആ കാറ്റ് എന്നുള്ള അർത്ഥത്തിൽ 2 പത്രോസിൽ എന്താ പറയുന്നത്? 1:20-21 തിരുവചനത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായുന്നതല്ല, മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്താൽ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ്, മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ആശയം മനസ്സിലാക്കാൻ കഴിയും. അപ്പോ നമ്മൾ പറഞ്ഞതിന്റെ സാരം വ്യവസ്ഥാപിത ദൈവശാസ്ത്രം. നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഞാനത് വിശദീകരിക്കാം. ദൈവശാസ്ത്രത്തെ കുറിച്ചൊരു മുഖവര പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വ്യവസ്ഥാപിത ദൈവശാസ്ത്രത്തിൽ ഒന്നാമത്തെ കാര്യം വേദവചന പഠനമാണ്, ബൈബിളിനെ കുറിച്ചുള്ള പഠനമാണ്. എന്ന് പറയുമ്പോൾ ഈ ബൈബിൾ പഠനത്തിൽ, ഈ ബൈബിളിന്റെ രചനയിൽ പരിശുദ്ധാത്മാവിന് ഒരു മേൽനോട്ട ശുശ്രൂഷ ഉണ്ടാകുന്നു എന്ന് കൃത്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവായിരുന്നു ഇതിന് മേൽനോട്ടം വഹിച്ചിരുന്നത്. എന്നാലും ദൈവിക വചനങ്ങളുടെ രചനയിൽ ദൈവിക മാനുഷ്യമായ പങ്ക് ഒരു സങ്കീർണമായ വസ്തുതയാണ്. മനുഷ്യന്റെ പങ്കും അതിലുണ്ട് എന്ന് പറയുമ്പോൾ ദൈവാത്മാവിനാൽ മനുഷ്യർ രേഖപ്പെടുത്തിയ വസ്തുതകളാണ് ദൈവവചനത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തെക്കുറിച്ച് എനിക്ക് പല കാര്യങ്ങളും അറിയാമെന്ന് പറയുമ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള എൻ്റെ പ്രൈമറി അറിവ് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളരുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെയോ ദൈവത്തെയോ അറിയുന്നത് രോഗസൗഖ്യം തരുന്നവൻ എന്ന നിലയിലാകണമെന്നില്ല. മറിച്ച് മാതാപിതാക്കൾ അവനെ വേദപുസ്തകം പഠിപ്പിക്കുകയും വചനത്തിലെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ജീവിച്ചിരുന്നൊരു കർത്താവ് ഉണ്ടായിരുന്നു, കർത്താവ് സൗഖ്യമാക്കുന്നവനായിരുന്നു, അവിടുത്തെ പിതാവ് അങ്ങനെയായിരുന്നു, അവിടുന്ന് ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മളുടെ മാതാപിതാക്കൾ കുട്ടിക്കാലത്ത് സൺഡേ സ്കൂളുകളിൽ, നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിൽ നമുക്ക് വായനയും എഴുത്തും അറിയാതിരുന്ന കാലം മുതൽ തന്നെ കഥകളിലൂടെ സത്യത്തിൽ നമ്മുടെ അകത്തേക്ക് ദൈവത്തെക്കുറിച്ചൊരു വിശ്വാസം ഇൻകൾക്കേറ്റ് ചെയ്യുവാൻ, കുത്തിവെക്കുവാൻ, അല്ലെങ്കിൽ നമ്മളിൽ ആ വിശ്വാസം രൂഢമൂലമാക്കുവാൻ നമ്മുടെ മാതാപിതാക്കൾ ശ്രമിച്ചിട്ടുണ്ട്. ആ വിശ്വാസം രൂഢമൂലമായത് എവിടുന്നാണ്? ദൈവവചനത്തിൽ നിന്നാണ്. തന്നെ ദൈവവചന പഠനത്തിന് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര പഠനത്തിന് എന്ത് വേണം? ആ ദൈവശാസ്ത്ര പഠനത്തിൽ വചനത്തെ
കുറിച്ചുള്ള ഒരു പഠനം വേണം. ഈ ദൈവം നമുക്ക് എങ്ങനെ കിട്ടി? ഈ ദൈവവചനം നമുക്ക് എങ്ങനെ കിട്ടി? ാരോട് ദൈവം പറഞ്ഞു, അവര് കേട്ടെഴുതി എന്ന് പറയുന്ന ഒരു വാദഗതിയുണ്ട്. രണ്ടാമത് ആശയപരമായ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ആശയം നൽകും, അത് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ വാക്കുകളെല്ലാം എന്നാണ് അതിന്റെ അർത്ഥം. ആകമാനം അതിലെ ഓരോ വാക്കുകളും ദൈവനിശ്വാസ്യമാണ് എന്ന വാദഗതിയാണത്. എന്നാൽ നമ്മൾ തിരിച്ചറിയണം, പലപ്പോഴും യേശു തിരുവെഴുത്തുകളിൽ സംസാരിക്കുമ്പോൾ ഈ വചനത്തെ അപ്ഹോൾഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, യേശു എവിടെയൊക്കെ വിശുദ്ധ തിരുവെഴുത്ത് അല്ലെ തിരുവെഴുത്തുകൾ വാചക പുസ്തകങ്ങളെന്നൊക്കെ യേശു പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏത് പുസ്തകമാണ്? പറഞ്ഞാട്ടെ. യേശു പറഞ്ഞതെല്ലാം പഴയ നിയമമാണ്. ലൂക്കോസ് 24 അധ്യായം പഠിക്കാമെങ്കിൽ എമ്മാവൂസിലേക്ക് ശിഷ്യന്മാരോടുള്ള സംഭാഷണ മധ്യയിൽ യേശു ഉപയോഗിക്കുന്ന മുഴുവൻ പഴയ നിയമത്തെ കുറിച്ചുള്ള പരാമർശമാണ്. ഓക്കെ. അതുപോലെ തന്നെ യേശുവിന്റെ പരീക്ഷണ ഘട്ടത്തിൽ പിശാചിനോട് യേശു പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, യേശു പോലും പഴയ നിയമത്തിലെ വചനങ്ങളെയാണ് എന്ത് ചെയ്തത്? ഉദ്ധരിച്ചത്. ബൈബിളിനെ അധികാരമുള്ളതായി വീക്ഷിക്കുന്നവർക്ക്, ബൈബിളിന് അധികാരമുള്ള നിലയിൽ അതിനെ വീക്ഷിക്കുന്നവർക്ക് അത് കേവലം ഒരു പുരാതന ഗ്രന്ഥങ്ങളുടെയോ കഥകളുടെയോ ശേഖരണമല്ല, മറിച്ച് മനുഷ്യരാശിക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തിയതിന്റെ ദൈവശാസ്ത്രീയമായി എഴുതപ്പെട്ട രേഖയാണ്. അതിനാൽ ബൈബിൾ വിശ്വസനീയവും ആശ്രയിക്കത്തക്കതും അതിലെ പഠിപ്പിക്കലുകൾ ചരിത്രത്തിലുടനീളം എല്ലാ ക്രിസ്ത്യാനികൾക്കും ബാധകവും പ്രസക്തവുമാണ്. ബൈബിളിന്റെ ആധികാരികത എന്ന ആശയം വചനത്തിന്റെ തെറ്റിക്കൂടായ്മ, അപ്രമാദിത്വം എന്ന ഉപദേശങ്ങളുമായി അടുത്ത ബന്ധമുള്ളതാണ്. ബൈബിൾ പൂർണ്ണമായും തെറ്റുകളിൽ നിന്ന് വിമുക്തവും വിശ്വാസികളെ വഴിതെറ്റിക്കാൻ സാധ്യതയില്ലാത്തതുമാണ്. ദൈവഹിതം വെളിപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും നിർണയിക്കുന്നതിനുള്ള ആത്യന്തികമായ അധികാരം ബൈബിളിനാണ്. സങ്കീർത്തനക്കാരന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യാൻ പ്രിയപ്പെടുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ ഇഷ്ടം പിന്തുടരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ സ്നേഹനിധിയായ ദൈവത്തിന്റെ സ്വഭാവവും വ്യക്തിത്വവും ഇച്ഛയും വെളിപ്പെടുത്തുന്ന ഒരു കത്താണ് വേദപുസ്തകം. ഇത് ദൈവത്തിന്റെ മഹത്തായ പ്രവൃത്തിയുടെയും ക്രിയയുടെയും കഥയാണ്. ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ ഇന്നും നമ്മിലൂടെ തുടരുന്ന ഒരു കഥയായി ഇത് മാറും. തിരുവെഴുത്തുകളെ ആധികാരികമാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. വചനം എഴുതാൻ പ്രേരിപ്പിച്ച പരിശുദ്ധാത്മാവ് നമ്മെ പ്രചോദിപ്പിക്കുമ്പോഴാണ് നമ്മിൽ വചനം ക്രിയ ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് ദൈവവചനത്തിന്റെ യഥാർത്ഥ അർത്ഥം വെളിപ്പെടുത്തുക മാത്രമല്ല, ആ വചനം പിന്തുടരുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ബൈബിൾ ദൈവശാസ്ത്രമായ വചനമായതിനാൽ നമുക്ക് തിരുവെഴുത്തിലെ എല്ലാ വചനങ്ങളിലും ആശ്രയിക്കുകയും പിന്തുടരുകയും ചെയ്യുവാൻ കഴിയണം. നമ്മുടെ ജീവിതത്തെയും പെരുമാറ്റത്തെയും നയിക്കുന്നതിൽ ബൈബിളിന് അധികാരമുണ്ട്. ബൈബിൾ ദൈവവചനമാകിയാൽ അതിൽ നിന്ന് നമുക്ക് അർത്ഥവും ആശ്വാസവും പ്രത്യാശയും ഉൾക്കൊള്ളാൻ കഴിയും. ബൈബിളിന്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം, കാരണം അത് തെറ്റുപറ്റുന്ന മനുഷ്യരുടെ വാക്കുകളല്ല, പ്രസ്തുത തെറ്റില്ലാത്ത ജീവിക്കുന്ന ദൈവത്തിന്റെ വാക്കുകളാണ്.
ഈ പ്രത്യേക ഭാഗത്ത് നാം അറിയേണ്ട ചില കാര്യങ്ങൾ: ബൈബിളിന്റെ രൂപീകരണം, അതിൽ എഴുതപ്പെട്ട കാലയളവ്, അതിന്റെ കയ്യെഴുത്ത് പ്രതികൾ, അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത്, കാലഹരണപ്പെട്ട അല്ലെങ്കിൽ സമാഹരിക്കപ്പെട്ട ഈ പുസ്തകങ്ങൾ സമാഹരിച്ചൊരു കാലം, എല്ലാം ഇതിനെ കാനോനൈസ് ചെയ്ത ഒരു കാലം, അതുപോലെ തന്നെ പഴയ നിയമ പുസ്തകങ്ങളുടെ കാനോനീകരണം. എന്താണ് കാനോനീകരണം എന്ന് പറഞ്ഞാൽ? മാത്രമല്ല പുതിയ നിയമ പുസ്തകങ്ങളുടെ കാനോനീകരണം, ബൈബിൾ പരിഭാഷ, ഇങ്ങനെ ഒരുപിടി കാര്യങ്ങൾ വേദപുസ്തകത്തെ കുറിച്ചുള്ള പഠനത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രപരമായി വ്യവസ്ഥാപിത ദൈവശാസ്ത്രത്തിൽ ആദ്യം വരുന്നത് വേദപുസ്തകത്തെ കുറിച്ചുള്ള പഠനമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ? ആരും മിണ്ടുന്നില്ല. സാറേ, നോട്ട് എഴുതിയെടുക്കത്തക്ക രീതി പറഞ്ഞു തന്നായിരുന്നു നല്ലതായിരുന്നു. റെക്കോർഡ് ചെയ്യുന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയെ. നോട്ട്സ് എഴുതിയൊക്കെ രീതി ഞാനിത് പറഞ്ഞാൽ ഇത് മൊത്തം ഞാൻ വായിച്ചപ്പോ ഇതൊക്കെ ഓരോ വാദ്യങ്ങളും പറയാം. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, ക്ലൗഡ് റെക്കോർഡിങ് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരു സമയം നിങ്ങൾ ചെലവഴിക്കുന്നതായിരിക്കും നല്ലത്. എന്താ CP ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായി സാറേ, പക്ഷേ അന്നേരം ടൈം ഒത്തിരി. അല്ലാതെ ഞാനിത് നിർത്തി ഓരോ സെന്റൻസും നിങ്ങൾ എഴുതാൻ പരുവത്തിന് പറഞ്ഞാൽ 1.5 മണിക്കൂർ കൊണ്ട് നമുക്കൊന്നും തീരത്തില്ല. ഒരു വർഷം മൊത്തം പഠിപ്പിച്ചാലും തീരത്തില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ദൈവത്തെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 11 ഭാഗങ്ങളുണ്ട് എന്തിൽ? ദൈവശാസ്ത്ര പഠനത്തിൽ. അതിൽ രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്. ദൈവശാസ്ത്രം. 3 ക്രിസ്റ്റോളജി, ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം. 4 ന്യൂമാറ്റോളജി, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം. 5 ആന്ത്രോപോളജി, മനുഷ്യനെ കുറിച്ചുള്ള പഠനം. 6 കുറച്ചും കൂടെ സ്പീഡ് കുറച്ച് പറ സാറേ. ഒന്നാമത്തത് വചനത്തെ കുറിച്ചുള്ള പഠനം. രണ്ടാമത്തത് ദൈവത്തെ കുറിച്ചുള്ള പഠനം, ദൈവശാസ്ത്രം. വ്യവസ്ഥാപിത ദൈവശാസ്ത്രത്തിൽ രണ്ടാമത് ദൈവത്തെ കുറിച്ചുള്ള പഠനം. മൂന്നാമത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം അഥവാ ക്രിസ്റ്റോളജി. നാലാമത് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം അഥവാ ന്യൂമാറ്റോളജി. അടുത്തത് മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ്, ആന്ത്രോപോളജി അഥവാ നരവംശാസ്ത്രം. അടുത്തത് മനുഷ്യൻ പാപം ചെയ്ത് വീണുപോയ പാപത്തെ കുറിച്ചുള്ള പഠനം, ഹാമാർഷിയോളജി. അടുത്തത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ പദ്ധതി, അതിനെ സോറ്റീരിയ എന്ന് പറയും, രക്ഷാശാസ്ത്രം. സോറ്റീരിയോളജി. അത് കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എല്ലാവരുടെ സഭ എന്നുള്ളതിന് എക്ലീസിയ എന്ന പദം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇതിനെ എക്ലീസിയോളജി എന്ന് പറയാം. അടുത്തത് ദൂതന്മാരെ കുറിച്ചുള്ള പഠനമാണ് ഏഞ്ചലോളജി. ഒടുവിലായി ദൂതന്മാരുടെ കൂട്ടത്തിൽ തന്നെ പിശാചിനെ കുറിച്ച് ഒരു പഠനമുണ്ട്, ഡീമണോളജി എന്ന് പറയും. ഡീമൺ എന്ന് പറഞ്ഞാൽ ഭൂതാത്മാവെന്നാണ് ഇംഗ്ലീഷിലെ വാക്കിന്റെ അർത്ഥം. അതുകൊണ്ട് ശാസ്ത്രം, ഡീമണോളജി. അവസാനമായി അന്ത്യകാല ശാസ്ത്രം അഥവാ എസ്കറ്റോളജി.
എസ്കറ്റോളജി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്ന് ബിബിളോളജി, 2 തിയോളജി, 3 ക്രിസ്റ്റോളജി, 4 ന്യൂമാറ്റോളജി, 5 ആന്ത്രോപോളജി, 6 ആമാർഷ്യോളജി, 7 സോറ്റീരിയോളജി, 8 എക്ലീസിയോളജി, 9 ഏഞ്ചലോളജി, 10 ഡീമണോളജി, 11 എസ്കറ്റോളജി. ദൈവശാസ്ത്രത്തിന്റെ മറ്റൊരു ഭാഗമാണ് പ്രായോഗിക ദൈവശാസ്ത്രം, പ്രാക്ടിക്കൽ തിയോളജി. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവശാസ്ത്രത്തിന്റെ സ്വാധീനം ഒരാളുടെ ജീവിതത്തിലും ജോലിയിലും അല്ലെങ്കിൽ ചെയ്യുന്ന ദൗത്യത്തിലും ദൈവശാസ്ത്രത്തിന്റെ പരിശീലനമാണിത്. ഇതിനകത്ത് വരുന്ന പ്രധാന കാര്യങ്ങളാണ് ആരാധന, പ്രസംഗം, സഭാഭരണം, ക്രിസ്തീയ വിദ്യാഭ്യാസം, അജപാലനം, ശുശ്രൂഷകൾ. ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പോൾ പ്രായോഗിക ദൈവശാസ്ത്രം എന്താണ്? പ്രായോഗിക ദൈവശാസ്ത്രം. ഇതിനകത്ത് എന്തൊക്കെ വരും? പ്രസംഗം വരും, ആരാധന വരും, സഭാഭരണം വരും, ക്രിസ്തീയ വിദ്യാഭ്യാസം വരും. ഇതെല്ലാം അതിന്റെ ഭാഗമാണ്. ദൈവശാസ്ത്രത്തിന്റെ മറ്റൊരു തലമെന്ന് പറയുന്നത് പ്രകൃതി നാച്ചുറൽ തിയോളജി. എന്താണ്? നാച്ചുറൽ തിയോളജി, പ്രകൃതി ദൈവശാസ്ത്രം. അത് മനുഷ്യന്റെ യുക്തി അടിസ്ഥാനമാക്കി നമ്മുടെ റാഷണാലിറ്റി, റീസണിങ് ഉപയോഗിച്ച്, നമ്മുടെ യുക്തി ഉപയോഗിച്ച് പ്രകൃതിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും ലോകത്തിൽ പ്രകൃതി, മനുഷ്യൻ, ലോകം എന്നിവയിലൂടെ ദൈവത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ നോക്കി ദൈവ സൃഷ്ടിയെക്കുറിച്ച് സങ്കല്പിക്കുകയും ഒരു ദൈവമുണ്ടെന്നുള്ള സങ്കല്പത്തിൽ എത്തുകയും ചെയ്യുന്ന ഒരു വസ്തുതയാണിത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ 5 തരത്തിൽ ദൈവശാസ്ത്രത്തിന് എന്തുണ്ട്? വിഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് ബൈബിൾ ദൈവശാസ്ത്രം, രണ്ടാമത്തെ ചരിത്രപരമായ ദൈവശാസ്ത്രം, മൂന്നാമത് വ്യവസ്ഥാപിത ദൈവശാസ്ത്രം, നാലാമത് പ്രായോഗിക ദൈവശാസ്ത്രം, അഞ്ചാമത് പ്രകൃതി ദൈവശാസ്ത്രം. ഇനി ദൈവശാസ്ത്രത്തിന്റെ ഉറവിടങ്ങളാണ്. അതായത് ദൈവശാസ്ത്രത്തെ നിർമ്മിക്കാൻ മനുഷ്യൻ രൂപപ്പെടുത്തിയ ഒരു ശാസ്ത്രമാണല്ലോ, ദൈവത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണല്ലോ ദൈവശാസ്ത്രം. അങ്ങനെയുള്ള ഈ ദൈവശാസ്ത്രത്തിന് ചില സ്രോതസ്സുകളുണ്ട്. എന്തിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള പഠനത്തെ ഉയർത്തിക്കൊണ്ട് വന്നത്? അങ്ങനെയുള്ള വിവിധ ഉറവകളിൽ നിന്ന് ഉയർത്തു വന്ന, ഒഴുകിയെത്തിയ ആ വസ്തുതകളെ കൂട്ടിയിണച്ചാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? ദൈവശാസ്ത്രം ഉണ്ടാക്കിയത്. ഇപ്പൊ ലളിതമായി ഞാൻ പറയാം. ദൈവത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പല പരാമർശങ്ങളുണ്ട്, ഉണ്ടോ? ഉൽപ്പത്തി 1 ദൈവത്തെക്കുറിച്ചൊരു പരാമർശമുണ്ട്. എന്താണ്? സൃഷ്ടാവായ ദൈവം. പുറപ്പാട് പുസ്തകം 4 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് വേറൊരു വെളിപ്പാടുണ്ട്. എന്താണ്? രക്ഷിക്കുന്നവൻ. ഇങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള വിവിധ കാര്യങ്ങൾ വേദപുസ്തകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പറക്കിയെടുത്ത്
ഒന്നിപ്പിച്ച് ഒരു നിഗമനത്തിലെത്തിയാണ് ദൈവശാസ്ത്ര രൂപീകരണം നടക്കുന്നത്. ലളിതമായി പറയാം, ദൈവം എന്ന് പറയുന്ന പദം വേദപുസ്തകത്തിലുണ്ട്. യേശുക്രിസ്തു എന്ന് പറയുന്ന പദവും ലോകത്തിൽ വേദപുസ്തകത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന പദവും വേദപുസ്തകത്തിലുണ്ട്. പക്ഷെ ത്രീത്വം എന്ന് പറയുന്ന പദം എവിടെ ഇല്ല? വേദപുസ്തകത്തിലില്ല. വേദപുസ്തകത്തിലില്ല. പിന്നെന്താ നമ്മൾ ത്രീത്വം എന്ന് പറയുന്നത്? യോജിപ്പിച്ച് നിങ്ങളുടെ അറിവ് പറയൂ. എന്താണ്, എപ്പോഴാണ് നമ്മൾ ത്രീത്വം എന്ന് പറയാൻ കാരണം എന്താണ്? ദൈവം 3 വ്യക്തികളായിട്ട് നിൽക്കുന്നേ. ഉറക്കെ പറയൂ. ദൈവം 3 വ്യക്തികളായിട്ട് നിൽക്കുന്നതിന് നമ്മള് പറയാൻ കാരണം എന്താ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. സമയത്ത് ദൈവം വേദപുസ്തകത്തിൽ ദൈവത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പറയുമ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങളെ കൂട്ടി യോജിപ്പിച്ച് മാനുഷ്യമായ നിലയിൽ നമ്മൾ എത്തിയ ഒരു ദൈവശാസ്ത്ര നിഗമനമാണ് എന്ത്? ത്രിത്വം. നമ്മൾ ഈ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പ്രകൃതിയെക്കുറിച്ചും ഇടപാടുകളെ കുറിച്ചും ദൈവത്തിന്റെ അംശമോ അല്ലെ ദൈവിക ശുശ്രൂഷകൾ വെളിപ്പെട്ട ചില വസ്തുക്കളെ കോർത്തിണക്കി നമ്മൾ രൂപപ്പെടുത്തിയ ഒരു ദൈവശാസ്ത്ര സംജ്ഞയാണ് എന്ത്? ത്രിത്വം എന്ന് പറയുന്നത്. ആ വാക്ക് വേദപുസ്തകത്തിൽ ഇല്ലെങ്കിൽ ഇതുപോലെയാണ്. വേദപുസ്തകത്തിൽ അവിടെ ഇവിടെയും ചിതറിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള ആശയങ്ങൾ കടമെടുത്ത് അതിനെ ഒന്നിച്ച് കൂട്ടിയിണക്കി ഒരു ഗാർലാൻഡ് പോലെ, ഒരു മാല പോലെ അതിന്റെ കണ്ണികൾ കൊട്ടിയിളക്കി നമ്മൾ മാലയുണ്ടാക്കുന്നത് പോലെ ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എല്ലാം കൂടെ കോർത്തിണക്കി നമ്മളെത്തിയ നിഗമനമാണ് ത്രിത്വം. അതുപോലെ പല കാര്യങ്ങളിലും നാം നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന ആ ഉറവകൾ ചേർന്നാണ് എന്തുണ്ടായത്? ദൈവശാസ്ത്രമുണ്ടായത്. അതുകൊണ്ട് ഈ ഉറവകളെ, ഈ പ്രത്യേക സോഴ്സിനെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള പഠനം അറിയാൻ പ്രധാനമായും ചൂണ്ടിക്കാണിപ്പിക്കപ്പെടുന്നത് 3 പ്രമാണങ്ങൾ ആണ്. ഒന്ന് അത് ഒരു ദൈവശാസ്ത്രജ്ഞൻ പറയുന്ന 3 പ്രമാണങ്ങളാണ്. ഒന്ന് വേദപുസ്തകം, 2 അനുഭവം, 3 അനുമാനം. ഒന്നാമത്തെ സോഴ്സ് എന്താണ്? ബൈബിൾ. ദൈവത്തെ കുറിച്ച് അറിയാനുള്ള ഒന്നാമത്തെ സോഴ്സ് വേദപുസ്തകം. രണ്ടാമത്തെ സോഴ്സ് അനുഭവങ്ങൾ, നമ്മുടെ എക്സ്പീരിയൻസ്. മൂന്നാമത്തത് അനുമാനം, നമ്മുടെ ഇൻഫറൻസുകൾ. ഞാൻ പറയാം, ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ? അനുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അനുമാനം നിങ്ങൾ പറയണം. ഞാൻ 1-2 സൂചനകൾ പറയാം. അനുമാനം, ഇൻഫറൻസ് എന്നുള്ളത്. ഇപ്പൊ ഉദാഹരണം, ഞാനൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഞാനൊരു രാജ്യത്തിന്റെ സൂചനകൾ കേൾക്കണമേ. ഞാനൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. എനിക്ക് തലയിൽ ഒരു തുണി ഞാൻ ചുറ്റിക്കെട്ടിയിരുന്നു. എന്റെ തലയിൽ ചുറ്റിക്കെട്ടിയിരുന്നു. അത് മതപരമായ ഒരു ചിഹ്നമായിരുന്നു. അല്ലെങ്കിൽ എന്റെ തലയിൽ മതപരമായ ചിഹ്നം എന്ന നിലയിൽ ഞാൻ ഒരു തുണി കെട്ടിയിരുന്നു. ഞാൻ ആരെന്ന് പറയാമോ? ഒരു മുസ്ലിം കൺട്രിയിലെ മോഹൻ സിംഗ്. ഞാൻ ആവർത്തിച്ച്, ആരാത് പറഞ്ഞേ? ഡോക്ടർ മൻമോഹൻ സിംഗ്. നിമിയുണ്ടോ? നിമിയുടെ ഫോട്ടോ ഒന്നും കാണാനേ ഇല്ല. നിമി സ്ഥലം വിട്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നിമി പറഞ്ഞ അതാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്.
ഞാൻ പറഞ്ഞു ഞാൻ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു, എന്റെ തലയിൽ മതത്തിന്റെ ചിഹ്നമായ ഒരു തുണി കെട്ടിയിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു നിഗമനത്തിലെത്തി. എന്താണ് നിഗമനം? മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ്. ഞാനൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഞാനൊരു ശാസ്ത്രജ്ഞനായിരുന്നു. എന്റെ പേര് പറയാമോ? അബ്ദുൽ കലാം. അബ്ദുൽ കലാം. ഓക്കെ. അപ്പോ ഇങ്ങനെ നമ്മൾ വ്യത്യസ്തങ്ങളായ സൂചനകളിലൂടെ നിഗമനങ്ങളിലെത്തും. ഇതാണ് അനുമാനം. മനസ്സിലായോ? Yes, sir. നമുക്ക് കിട്ടുന്ന സൂചനകളിലെ അടിസ്ഥാനത്തിൽ, അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ത്രിത്വം എന്ന് പറയുന്ന പദം എവിടെ ഇല്ല? ബൈബിളിൽ ഇല്ല. വേദപുസ്തകത്തിലില്ല. എന്നാൽ ദൈവത്തെ കുറിച്ച് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം ദൈവത്തെ കുറിച്ച് ചിതറിക്കിടക്കുന്ന പരാമർശങ്ങൾ ഒരു മാലയിൽ എന്നതുപോലെ കോർത്തിണക്കി നമ്മൾ രൂപപ്പെടുത്തിയ ഒരു സംജ്ഞയാണെന്ത്? അത് നമ്മുടെ നിഗമനമാണ്, നമ്മുടെ നിഗമനമാണ്. ശ്രദ്ധിക്കൂ. എന്നാൽ പോൾ ടില്ലിച്ച് എന്ന് പറയുന്നയാൾ, പോൾ ടില്ലിച്ച്, ആ വാക്ക് പ്രസിദ്ധമായ ഒരാളാണ്, തിയോളജിയനാണ്. പോൾ ടില്ലിച്ച് എന്ന് പറയുന്ന ആള് പറഞ്ഞു, ദൈവശാസ്ത്രത്തിന് 6 പ്രധാന ഉറവിടങ്ങളുണ്ട്. ദൈവശാസ്ത്രത്തിന് 6 പ്രധാന ഉറവിടങ്ങൾ. ഒന്ന്, തിരുവെഴുത്ത്. ഒന്നാമത്തെ എന്താണ്? തിരുവെഴുത്ത്. അഥവാ ദൈവവചനം. അപ്പൊ ദൈവത്തെ കുറിച്ച് അറിയാൻ ഒരാൾ ആഗ്രഹിച്ചാൽ നമ്മൾ എന്തിനായി ആളുകളെ വിസിറ്റ് ചെയ്യുമ്പോൾ, ഭവനങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പുതിയ നിയമം കൊടുക്കാറില്ലേ? അല്ലേ? ആളുകൾക്ക് പുതിയ നിയമ പുസ്തകം ഫ്രീ ആയിട്ട് കൊടുക്കാറില്ലേ? ഗൈഡൻസുകാർ കൊടുക്കാറില്ലേ? എന്തിനാ നമ്മൾ കൊടുക്കുന്നത്? പറഞ്ഞാട്ടെ. ദൈവത്തെ അറിയാൻ. ഈ പുസ്തകം വായിച്ച് ആളുകൾ ആരെ അറിയണം? ദൈവം അറിയണം, യേശുവിനെ അറിയണം. അപ്പോ ദൈവത്തെ കുറിച്ചുള്ള പഠനമാണ് ദൈവശാസ്ത്രം, യേശുവിനെ കുറിച്ചുള്ള പഠനമാണ് ക്രിസ്തുശാസ്ത്രം. അപ്പൊ ആ ആളിനെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കാൻ അവർക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാമത്തെ സോഴ്സ് എന്താണ്? ഉറവിടം എന്താണ്? ദൈവവചനം. കിട്ടി. രണ്ടാമത്തത് അനുഭവങ്ങളാണ്. എന്താണ്? അനുഭവങ്ങൾ. ഒരു വിശ്വാസ ജീവിതത്തിൽ ആളുകൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞ ദൈവശാസ്ത്രത്തിന് മീതെയാണ്. വിശ്വാസ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ അനുഭവം ഒരു വിശ്വാസ സമൂഹത്തിന്റെ പങ്കാളിത്തത്തിൽ നിന്നാണ്. ഈ അനുഭവത്തിന്റെ രൂപം വ്യക്തികളിൽ നിന്നേക്കും സമൂഹത്തിൽ നിന്ന് സമൂഹത്തിലേക്കും വൻതോതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ദൈവശാസ്ത്രം, നമ്മുടെ അനുഭവം. ഞാൻ പറയുകയാണ്, യേശു സൗഖ്യമാക്കുന്നവർ. വേറൊരാൾ പറയാണ്, നിങ്ങൾ ഇങ്ങനെ പണം പറയുക, യേശു സൗഖ്യമാക്കത്തില്ല. എന്താ കാര്യം? എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എന്ത്? യേശു സൗഖ്യമാക്കും. ആ പുള്ളിക്കാരന്റെ അനുഭവം, അയാൾ 21 ദിവസം ഉപവസിച്ചിട്ട് എന്താ വന്നില്ല? സൗഖ്യം വന്നില്ല. അപ്പൊ ആളുകളുടെ അനുഭവം ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് മാറുമ്പോ വ്യത്യാസപ്പെട്ടിരിക്കാം. പറഞ്ഞ മനസ്സിലായോ? എങ്കിലും ദൈവശാസ്ത്ര പഠനത്തിന് അനുഭവം ഒരു ഉറവിടമാണ്. ഉദാഹരണം, തെക്കേ അമേരിക്കയിൽ ഉണ്ടായ വിമോചന ദൈവശാസ്ത്രം, ആഫ്രിക്കയിൽ ഉണ്ടായ ബ്ലാക്ക് തിയോളജി,
ഇന്ത്യയിലുണ്ടായ ട്രൈബൽ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ദളിത് തിയോളജി, ഇതെല്ലാം ഒരു സമൂഹത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ദൈവിക ഇടപെടലിലൂടെ അവർ അനുഭവിച്ച അനുഭവത്തിൽ നിന്ന്, അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ദൈവശാസ്ത്ര മേഖലകളാണ്. അപ്പൊ ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾക്ക് അതിലൊരു പ്രത്യേക റോള് ഉണ്ട്. എന്തുണ്ട്? റോളുണ്ട്. 3, ഞാൻ എപ്പോഴും ഊന്നി പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ അറിവ്. ചിലർക്ക് യേശുവിനെ അറിയാം, രോഗസൗഖ്യം തരുന്നവൻ എന്ന നിലയിൽ അറിയാം, അത് അനുഭവമാണ്. ചിലർക്ക് യേശുവിനെ അറിയാം, കടഭാരം മാറ്റുന്നവൻ എന്ന നിലയിൽ അറിയാം. ഇതിനപ്പുറം ദൈവത്തെ കുറിച്ച് കഴിയുന്ന മൂന്നാമത്തെ വസ്തുത വെളിപ്പാടാണ്. എന്താണ് പറഞ്ഞാട്ടെ? വെളിപ്പാട്. ഞാൻ നിങ്ങളോട് ലളിതമായി പറയാം, ഇച്ചിരി ആഴമായിരിക്കും, എന്നാലും അറിയുക. എല്ലാരും ഒന്ന് പറഞ്ഞേ. അറിയുക. അറിയുക എന്നതിന് പുതിയ നിയമം എഴുതിയ മൂലഭാഷ ഗ്രീക്ക് ഭാഷയാണ്. ഏത് ഭാഷയാണ്? ഗ്രീക്ക് ഭാഷ. ഗ്രീക്ക് ഭാഷയിൽ അറിയുക എന്നതിന് 2 ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിക്കുന്നു. 2 ഗ്രീക്ക് പദങ്ങൾ. 2. അതിൽ ഒരു പദം എന്ന് പറയുന്നത് ഗിനോസ്കോ. ഒന്നുകൂടെ പറഞ്ഞ ഗിനോസ്കോ. ഗിനോസ്കോ എന്ന പദം ലളിതമായി പറഞ്ഞാൽ യേശുവിന്റെ അമ്മ ദൈവത്തിന്റെ ദൂതൻ വന്നു പറഞ്ഞു, നീ ഗർഭിണിയായ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കും. അപ്പൊ മറിയയുടെ മറുപടി 1:34 ലൂക്കോസ്. അതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല. അത് അനുഭവിച്ചറിയുന്ന അറിവാണ്. അനുഭവിച്ചറിയുന്ന അതിന് ഗിനോസ്ക എന്നാ പറയുന്നത്. അപ്പൊ അനുഭവത്തിൽ അറിയുന്ന ഒരറിവുണ്ട്. ഒരാൾക്ക് അനുഭവിച്ച് ആരെ കുറിച്ച് അറിയാം? ദൈവത്തെ കുറിച്ച് അറിയാം, യേശുവിനെ കുറിച്ച് അറിയാം. എന്നാൽ മൂന്നാമതൊരു സോഴ്സ് ഉണ്ട്, അതിന് വെളിപ്പാടെന്നാ പറയുന്നത്. ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന അറിയുക എന്നുള്ളതിന് വേറൊരു പദമുണ്ട്, എയ്ഡോ എന്ന് പറഞ്ഞേ. എഡോ എന്നൊന്ന് പറഞ്ഞേ. പറഞ്ഞേ എഡോ. ആ എഡോ എന്നുള്ള വാക്കിനൊന്ന് നീട്ടി കൊടുത്താൽ മതി. ഏയ് ഡോ. ഏയ് ഡോ. ഏയ് ഡോ. എന്റെ കൂടെ ഉണ്ടോ? എയ്ഡോ എന്ന വാക്കിന്റെ അർത്ഥം അറിയുക എന്നാണ്. ഇപ്പൊ നമ്മൾ യോഹന്നാൻ സുവിശേഷം 3-1 വാക്യത്തിൽ നിക്കോദോമസിനോട് യേശു സംസാരിക്കുമ്പോൾ അവൻ യേശുവിനോട് പറയാണ്, പരിശുദ്ധനാട് കൂട്ടത്തിൽ യഹൂദനാട് പ്രമാണിയായി നിക്കോദോമസ് പേരിലുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിന്റെ അടുക്കൽ വന്ന്, ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ ഉപദേഷ്ടായി വന്നിരിക്കുന്നു എന്നും ദൈവം നിന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ലെന്നും ഞങ്ങൾ എടുത്തില്ല. ഞാൻ ഇത്രയും കാണാതെ പറഞ്ഞിട്ട് നിങ്ങൾ ഇതുവരെ എടുത്തില്ല. ഞങ്ങൾ അവനെ വായിച്ചു വിട്. യോഹന്നാൻ 3:2 1 മുതൽ വായിച്ചു. പരിശുദ്ധനാട് കൂട്ടത്തിൽ ഒരു പ്രമാണിയായി പരീക്ഷയുടെ കൂട്ടത്തിലല്ല, പരീക്ഷയുടെ പരീക്ഷന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. രാത്രിയുടെ അടുക്കൽ വന്ന് നിന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ആർക്കും കഴിയുകയില്ല. ദൈവം നിന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളിൽ എന്താ വായിക്കാഞ്ഞ്?
എന്താ വിഴുങ്ങിയത്? അതോ അങ്ങനെ ഇല്ല ആ പുസ്തകത്തിൽ? ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ദൈവത്തെ കുറിച്ച് അറിയാം. നിക്കോദോമസ് പറയുന്നു ഞങ്ങൾ അറിയുന്നു. അറിയുന്നുള്ളതിന് എയ്ഡോ എന്ന പദം ഉപയോഗിക്കുന്നു. എയ്ഡോ വെളിപ്പാടിനാൽ ഒരാത്യന്തിക പ്രാപിക്കുക എന്നാണ്. എന്താണ്? അതാണ് ദൈവത്തെ കുറിച്ച് അറിയാനുള്ള മൂന്നാമത്തെ ഒരു സോഴ്സ്. നാലാമത്തെ ഒരു സോഴ്സ് ഉണ്ട്, പാരമ്പര്യം. എന്താണ് പാരമ്പര്യം എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന ചരിത്രമാണ്. ദൈവശാസ്ത്രത്തിന്റെ ചരിത്രം. നൂറ്റാണ്ടുകളായി വിശ്വാസ സംരക്ഷണത്തിനായി ക്രിസ്ത്യൻ ചർച്ച് കൗൺസിലിന്റെ സിദ്ധാന്തങ്ങളുടെ സൃഷ്ടിപരമായ രൂപീകരണം. പ്രഖ്യാപനം, നിക്കിയ കൗൺസിലെ, നൈസിൻ കൗൺസിലെ വിശ്വാസ പ്രഖ്യാപനം, ചരിത്രപരമായി ദൈവസഭയിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ, ഇതെല്ലാം നമ്മുടെ ക്രിസ്തീയ സഭയുടെ പാരമ്പര്യങ്ങളാണ്. ഇതെല്ലാം ഇതിന്റെ സോഴ്സാണ് ദൈവശാസ്ത്രത്തിന്റെ. മറ്റൊന്ന് സംസ്കാരം. ദൈവശാസ്ത്രം ബുദ്ധിപരമാകണമെങ്കിൽ സംസ്കാരത്തിന്റെ ഭാഷ ഉപയോഗിക്കണം. എല്ലാ വ്യക്തികളുടെ ജീവിതവും ചിന്തയുടെ പ്രതിഫലനവും ദൈവശാസ്ത്രത്തിന്റെ ഉൾപ്പെടെ സാംസ്കാരിക പശ്ചാത്തലമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ യേശു പറഞ്ഞ ഉദാഹരണങ്ങൾ നോക്ക്. വേണ്ട, യേശു കർത്തൃമേശ സ്ഥാപിച്ചപ്പോ എന്താ 1 Corinthians 13:23 വായിക്കുന്നേ? കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി, എന്നിട്ട് അവിടെ തന്നെ വീഞ്ഞു പാനപാത്രം എടുത്തു. ഒരുപക്ഷെ യേശു കേരളത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഈ അപ്പവും വീഞ്ഞിന്റെ സ്ഥാനത്ത് എന്താ കണ്ടേനെ? എന്തായിരുന്നേനെ ഒരുപക്ഷെ? ഓ, അങ്ങനൊന്നും പറയാനുള്ള ബോൾഡിനെസ് നിങ്ങൾക്ക് ഇല്ലായിരിക്കും, ഇല്ലയോ? കപ്പയും കട്ടൻ കാപ്പി ആയിരുന്നെങ്കിലോ? മിണ്ടുന്നില്ല. നിങ്ങളെല്ലാം വിഷമിച്ചു പോയോ? അപ്പൊ നമ്മുടെ വ്യക്തിപരമായ സംസ്കാരം, നമ്മുടെ ചിന്തയുടെ രീതികൾ, നമ്മുടെ സംസ്കാര പശ്ചാത്തലവുമായി നിങ്ങൾ യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോ യേശു എവിടെ പോയി? സിനഗോഗിൽ പോയി, പള്ളിയിൽ പോയി. 12ാമത്തെ വയസ്സിൽ മാതാപിതാക്കളോടുകൂടെ അവിടെ പോയി, യെരൂശലേം ദേവാലയത്തിൽ പോയി. 8ാം നാളിൽ യേശു എന്ത് ചെയ്തു? പരിച്ഛേദന ഏറ്റു. എന്റെ ചോദ്യം, 8ാം നാളിൽ യേശു പരിച്ഛേദന ഏൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? യഹൂദന്മാരുടെ സംസ്കാരം ഉണ്ടായിരുന്നോ? ഇല്ല. യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ എന്റെ ഒപ്പം ഉണ്ടോ? അതൊക്കെ യാഹൂദ്യ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ ദൈവശാസ്ത്രപരമായ ആശയങ്ങൾ, ഉറവിടങ്ങൾ പറയുമ്പോൾ, ദൈവശാസ്ത്രത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതുകൂടെ പരിഗണിക്കണം. എന്തുകൂടെ പരിഗണിക്കണം? നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലം. ഞങ്ങൾ കോളേജിൽ ഞാൻ ഫസ്റ്റ് അവർ കഴിഞ്ഞപ്പോ
ഒരു ഡിസ്കഷൻ ഉണ്ടായി. കാരണം കടുകുമണിയെ കുറിച്ച് പ്രസംഗിച്ചതാണ്. ഒരു പ്രസംഗൻ പ്രസംഗിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു സ്റ്റുഡന്റ് തന്നെ, അവനിപ്പോ അധ്യാപകനാണ്. അപ്പൊ അവൻ ഞങ്ങളുടെ കോളേജിൽ തന്നെ അധ്യാപകനായിട്ട് വന്നു. ഞാൻ പണ്ട് പഠിപ്പിച്ച 10-20 വർഷം മുമ്പ്. അപ്പൊ ആ പുള്ളിക്കാരൻ കടുകുമണിയോളം വിശ്വാസം എന്ന് പറഞ്ഞപ്പോ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, വിശ്വാസത്തിന്റെ അളവല്ല വിഷയം, വിശ്വാസത്തിന്റെ ക്വാളിറ്റിയാണ്. എന്താണ്? ക്വാളിറ്റി. നിങ്ങൾ വിശ്വാസത്തിൽ വളരണമെന്ന് പറയുമ്പോ വിശ്വാസത്തിന്റെ അളവിലെ വർധനമല്ല, വിശ്വാസത്തിന്റെ ക്വാളിറ്റിയിലെ വർധനം. ഞാൻ പിന്നെ പുള്ളിയോട് ചോദിച്ചു, അതിന്റെ അങ്ങനെ പറഞ്ഞേ. അപ്പൊ ഞാൻ ഒന്നൊരു ഉദാഹരണം പറഞ്ഞു. ഈ ഒരു കോൺടെസ്റ്റിൽ അപ്പൊ എന്ത് പറയും? ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരവും എല്ലാം എന്തിന് കാരണമാകും? നമ്മുടെ ദൈവശാസ്ത്ര രൂപീകരണത്തിൽ പങ്കാളിത്തമുണ്ട്. 6 ഒരു കാരണം. ദൈവശാസ്ത്രം ഒരു ബൗദ്ധിക അച്ചടക്കമാണ്. അതിനാൽ ദൈവശാസ്ത്രത്തിൽ യുക്തിക്ക് പങ്കുണ്ട്. ദൈവശാസ്ത്രത്തിൽ യുക്തിക്ക് പങ്കുണ്ടോ? ഉണ്ട്. സൈദ്ധാന്തിക കാരണങ്ങൾ, യുക്തി, ഒരു മെറ്റാഫിസിക്കൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്വത്തിന്റെ ദൈവശാസ്ത്രം, ഒരു യാഥാർത്ഥ്യത്തിന്റെ ദൈവശാസ്ത്രം നിർമ്മിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും, ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ ഈ കാര്യകാരണ സിദ്ധാന്തം ഒന്ന് കേട്ടിട്ടുണ്ടോ? നാച്ചുറൽ തിയോളജിയുടെ ഭാഗമാണത്. എങ്കിലും കാര്യകാരണ സിദ്ധാന്തം ഒന്ന് കേട്ടിട്ടുണ്ടോ? അറിയത്തില്ല. എന്റെ കയ്യിൽ ഒരു മൊബൈൽ ഇരിപ്പുണ്ട്. ഈ മൊബൈൽ എന്റെ കയ്യിൽ തനിയെ കിളിച്ചു വന്നതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ? ഇല്ല. എന്താ? അങ്ങനെ വരത്തില്ലെന്നറിയാം. അതുകൊണ്ട് അങ്ങനെ കിളിച്ചു വരത്തില്ലെന്നറിയാം. അപ്പോ ഈ മൊബൈലിന്റെ പിൻപിൽ എന്തുണ്ട്? കാരണമുണ്ട്. ഉണ്ടാക്കിയൊരു എഞ്ചിനീയർ ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്തൊരു കമ്പനിയുണ്ട്. അത് തനിയെ എന്റെ കൈവെള്ളി കിളിച്ചു വന്നതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യത്തില്ല? വിശ്വസിക്കത്തില്ല. അപ്പൊ ഒരു കാര്യത്തിന്റെ പിൻപിൽ എന്തുണ്ട്? ഒരു കാരണമുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവശാസ്ത്രത്തിന്റെ ഉറവിടങ്ങളെ കുറിച്ച് തേടുമ്പോൾ അതിന്റെ പിൻപിൽ ഒരു കാര്യകാരണ സിദ്ധാന്തം കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് വെളിപ്പാടാണ്. വെളിപ്പാട് എന്ന ഹീബ്രു പദത്തിന് ഗാല, വെളിപ്പാട് എന്നതിന് ഹീബ്രു പദം ഗാല എന്നാണ്. ഗ്രീക്ക് പദം അപ്പോക്കാലിപ്സ്. എന്താണ്? അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിനെ ഗ്രീക്കിൽ അപ്പോക്കാലിപ്സ് എന്ന് വിളിക്കുന്നത്. ഗ്രീക്കിൽ വെളിപ്പാട് പുസ്തകത്തിന് എന്ത് വിളിക്കും? അപ്പോക്കാലിപ്സ് എന്ന് വിളിക്കും. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബൈബിൾ ദൈവപ്രചോദിതമായ ദൈവം വെളിപ്പെടുത്തിയ വചനമാണ്. വെളിപ്പാടെന്നത് അപരിമേയനായ ദൈവം, അപരിമേയനായ ദൈവം. വെളിപ്പാടെന്നത് അപരിമേയമായ ദൈവം അല്ലെ?
അപരിമിതനായ ദൈവം, അങ്ങനെ പറയാം. അപരിമിതനായ, പരിമിതപ്പെടുത്താൻ കഴിയാത്ത ദൈവം. അവൻ പരിമിതിയിലേക്ക് മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലേക്ക് വെളിപ്പെട്ടു വന്നു. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ദൈവത്തിന്റെ സ്വയം വെളിപ്പാടിന് പുറമെ ദൈവത്തെക്കുറിച്ചുള്ള അറിവോ ക്രിസ്തീയ വിശ്വാസമോ ഉണ്ടാകില്ല. വെളിപ്പാടെന്ന വാക്ക് വെളിപ്പെടുത്തുന്ന പ്രവൃത്തിയെയും ഉള്ളടക്കത്തെയും സൂചിപ്പിക്കുന്നു. വേദപുസ്തക വെളിപ്പാടിലൂടെ നാം ഉന്നതമായ അറിവ് നേടുന്നു. വെളിപ്പാടിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം മറ്റൊന്നിലും നമുക്ക് നേടാൻ കഴിയാവുന്ന തരത്തിലുള്ള അറിവല്ല. രണ്ട് അറിവുകൾ തമ്മിൽ ഗുണപരമായ വ്യത്യാസമുണ്ട്. സാധാരണ ഒരു അറിവല്ല വെളിപ്പാടിനാൽ അറിയുന്നത്. ദൈവം ഒരു വസ്തു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വെളിപ്പാടെന്ന് പറയുമ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി വെളിപ്പാടിനെ രണ്ടായിട്ട് പൊതുവെ തിരിച്ചിട്ടുണ്ട്. വെളിപ്പാടിനെ രണ്ടായി തിരിക്കാം. ഒന്ന് ജനറൽ റെവലേഷൻ, പൊതുവായ വെളിപ്പാട്. എന്താണ് അല്ലെ പൊതുവെളിപ്പാട്? പൊതുവെളിപ്പാട് എന്നത് പ്രകൃതിയിലൂടെയും ചരിത്രത്തിലൂടെയും മനുഷ്യത്വത്തിലൂടെയും ധാർമ്മിക ബോധത്തിലൂടെയും ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തലാണ്. ഓക്കെ ഫൈൻ, ഞാൻ ഈ ക്ലാസ്സിൽ ഇങ്ങനെ നിർത്തുകയാണ്. ടയർഡ്. നമുക്ക് അടുത്ത ക്ലാസ് കണ്ടിന്യൂ, വെളിപ്പാട് തന്നെ അടുത്ത ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെ ചോദിക്കാം. അടുത്ത ക്ലാസ്സിൽ വെളിപ്പാട് എടുക്കാൻ പറയണേ, നോട്ട് ചെയ്തോളൂ. വെളിപ്പാട്. സോറി, ഐ ആം ബിറ്റ് ടയർഡ് ടുഡേ. എന്തെങ്കിലും രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ? ഇതില്